ഭയങ്കരമായിട്ട് ഇൻവോൾവ് ചെയ്യുന്നതുകൊണ്ടുള്ള പ്രശ്നമാണ്. അല്ലാതെ ഈ തൊഴിൽ നിഷേധിക്കപ്പെടുന്ന ഒരുപാട് സ്ഥലങ്ങളുണ്ട്. ഇപ്പൊ എന്റെ ഒരു എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ ഞാൻ കുറെ എബി അങ്ങനത്തെ സിനിമകളൊക്കെ ചെയ്ത് വരുന്ന ആ ഒരു ടൈമിൽ ഒരു ചാനലിലേക്ക് ഇന്റർവ്യൂവിന് വിളിച്ചു. അപ്പോൾ ഒരുപാട് തവണ ഇന്റർവ്യൂവിന് വിളിച്ചു, ക്യാൻസൽ ചെയ്തുകൊണ്ടേയിരുന്നു. 2 തവണ 3 തവണ ക്യാൻസൽ ചെയ്തു. അപ്പൊ ഞാൻ ഗസ്റ്റ് ആയിട്ട് വരുന്നതുകൊണ്ട് ഞാൻ മേക്കപ്പ് ആർട്ടിസ്റ്റിനെ സെറ്റ് ചെയ്യണം, അറിയാലോ, കോസ്റ്റ്യൂം നമ്മൾ സെറ്റ് ചെയ്യണം, നമ്മളതിൽ ഗസ്റ്റ് ആണല്ലോ. 2 തവണ 3 തവണയൊക്കെ ക്യാൻസൽ ചെയ്ത സമയത്ത് 3ാമത്തെ തവണ ഇവർ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ചേട്ടാ ഇനി ക്യാൻസൽ ചെയ്താൽ എനിക്ക് നാണക്കേടാ. ബിക്കോസ് സ്റ്റൈലിസ്റ്റ് ആണെങ്കിലും കോസ്റ്റ്യൂം ചെയ്യുന്ന അവരെടുത്തും അവരും മെനക്കെടുവല്ലേ. അപ്പൊ എന്റെ പേഴ്സണൽ കാര്യത്തിനും കാട്ടി കൂടുതൽ ആ ടീമിന് അത് നാണക്കേടാണ്. അപ്പൊ അതുകൊണ്ട് ഇനി ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ വിളിച്ചാൽ മതി. ഓക്കെ, സെറീന മൈക്കിൾ അത്യാവശ്യം നല്ല രീതിയിൽ സിനിമയിൽ ഇങ്ങനെ തിളങ്ങി നിന്നിരുന്ന സമയത്ത് അത്യാവശ്യം എബി ഒക്കെ സിനിമ ഒക്കെ ചെയ്ത് അത്യാവശ്യം നല്ല ആക്ടിങ് ഒരു സ്കില്ലൊക്കെ ഉള്ള ഒരു നടിയാണ്. അവര് നിരന്തരമായി ഒരു യൂട്യൂബ് ചാനലിൽ അവരെ ഇന്റർവ്യൂവിന് ഇങ്ങനെ വിളിച്ചുകൊണ്ടേയിരുന്നിരുന്നു. ഇന്റർവ്യൂവിന് പോകുന്ന സമയത്ത് അത് ക്യാൻസൽ ആവും. അപ്പൊ അവരുടെ ബുദ്ധിമുട്ടുകൾ നിങ്ങൾ മനസ്സിലാക്കിയല്ലോ, പറഞ്ഞല്ലോ. അപ്പൊ എന്തുകൊണ്ടാണ് ഇത് ക്യാൻസൽ ആവുന്നത് എന്നുള്ള ഒരു ചർച്ചയാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. പേളി മാണി ഒരു കേളി ഹെയർ സ്റ്റൈലാണ്. രണ്ടുപേരും ഏകദേശം ഒരുപോലെയാണ്. കേളി ആയിട്ടാണ് മുടിയൊക്കെ, നല്ല രസമാണ്. അവരുടെ ആ ഒരു സംസാര രീതിയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ആളുകൾക്ക്. പേളിമാണിയുടെ യൂട്യൂബ് ചാനലൊക്കെ ഫോളോ ചെയ്യുന്ന ഇഷ്ടം പോലെ ആളുകളുണ്ട്. അത് കൂടാതെ തന്നെ ബിഗ് ബോസിലൂടെ വന്നവരെ പ്രണയവിവാഹം എല്ലാവർക്കും അവരോട് ഭയങ്കര താല്പര്യം. പക്ഷെ ആ താല്പര്യങ്ങൾക്കൊക്കെ അപ്പുറം ഇവർ ഇങ്ങനെ ഒരു സ്വഭാവക്കാരി കൂടി ആയിരുന്നു അല്ലെങ്കിൽ ആണ് എന്നുള്ള ഒരു കാര്യം അറിയുമ്പോൾ സത്യം പറയുകയാണെങ്കിൽ നമുക്കൊരു സങ്കടം തോന്നി. ഞാനത് ആദ്യം വിശ്വസിച്ചില്ല. ഞാനിപ്പോൾ കുറെ ആളുകൾ വീഡിയോ ചെയ്യുന്നത് കണ്ടപ്പോൾ ഞാനതിന്റെ എന്താണ് അതിന്റെ സത്യാവസ്ഥ ഒന്ന് അറിയാൻ വേണ്ടി എല്ലാ കമന്റ് ബോക്സും തെരഞ്ഞു നോക്കുമ്പോൾ അവരെ വളരെ ആ ഒരു രീതിയിൽ, അതായത് താല്പര്യമില്ലാത്ത രീതിയിൽ ആളുകൾ മാറുന്നു. ഇഷ്ടപ്പെട്ടിരുന്നവരൊക്കെ ഇപ്പൊ കഷ്ടപ്പെട്ട് ഇഷ്ടപ്പെട്ടോ എന്നൊരു സംശയം. ഓക്കെ, എന്തായാലും സെറീന പറയുന്ന ഈ ഒരു വീഡിയോ ഒന്ന് കേട്ട് നോക്കാം. ഓക്കെ എന്ന് പറഞ്ഞിട്ട് പുള്ളി വിളിച്ചു. ആ എപ്പിസോഡ് ഞാൻ ചെയ്യുമ്പോൾ അതിന് ആങ്കർ ചേഞ്ച് ആയി. ഓക്കെ, അപ്പോൾ വേറൊരു ആങ്കർ അപ്പൊ ചെയ്തുകൊണ്ടിരിക്കണം. എനിക്കറിയില്ലായിരുന്നു. ലൈക്ക് അന്ന് ഞങ്ങൾ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഉച്ചയ്ക്ക് ബ്രേക്കിന്റെ സമയത്ത് നമ്മൾ അപ്പോൾ ഉള്ള ആങ്കറും ഈ ടീമിലെ മെമ്പേഴ്സ് എല്ലാവരും കൂടെ നിൽക്കുമ്പോഴാണ് പ്രോഗ്രാം പ്രൊഡ്യൂസർ പറയുന്നത്, മുമ്പ് ആങ്കർ ചെയ്ത കുട്ടിക്ക് ഞാനാണ് ഗസ്റ്റ് എന്ന് പറയുമ്പോൾ ഷീസ് നോട്ട് ഇൻട്രസ്റ്റഡ് ടു ഡു ഇറ്റ് എന്ന്. ലൈക്ക് ഷീസ് നോട്ട് ഇൻട്രസ്റ്റ്. പുള്ളിക്കാരി താല്പര്യമില്ല. അപ്പൊ പുള്ളിക്കാരി ഞാനാണ് ഗസ്റ്റ് ലിസ്റ്റ് നോക്കുമ്പോൾ ഞാനാണെന്ന് പറയുമ്പോൾ ചെയ്യാൻ പറ്റില്ല എന്ന് പറയും. വി കൈൻഡ് ഓഫ് ലുക്ക് സിമിലർ. പുള്ളിക്കാരി ഇപ്പോൾ മോട്ടിവേഷൻ ഒക്കെ പറഞ്ഞു നടക്കുന്നുണ്ട്. അതൊരു തൊഴിൽ, എന്താ പറയാ, എന്റെ ജോലി ഇല്ലാണ്ടാക്കിയ കാര്യമല്ലേ. കാരണം എനിക്ക് ആ ടൈമിൽ വരേണ്ട വിസിബിലിറ്റി അല്ലെങ്കിൽ ഓഡിയൻസ് എന്നെ കാണേണ്ട സാധനം മുഴുവൻ എനിക്ക് കട്ട് ഓഫ് ആയി പോയി. അപ്പൊ അതും നമ്മൾ പറയുമ്പോൾ എന്താണ്, നമ്മുടെ ജോലി നിഷേധിക്കുന്ന പോലെയല്ലേ. തീർച്ചയായിട്ടും ഇപ്പൊ മോട്ടിവേഷനും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് പുള്ളിക്കാരി പോകുന്നത്. ഒന്നാമത്തെ ഹിന്റ്, വി ലുക്ക് സിമിലർ, ഞങ്ങൾ രണ്ടുപേരും കേളി മുടിയൊക്കെ ആയിട്ട് ഒരു ഏകദേശം ഒരുപോലെയാണ്. അത് രണ്ടാമത്തെ ഹിന്റ്. ഹിന്റുകളെല്ലാം വെച്ച് നോക്കി പിന്നെ ഈ സിനിമ ഇറങ്ങുന്നത് 2016-17 കാലഘട്ടത്തിലാണ്. ആ ഒരു സമയത്ത് ആങ്കറിംഗിൽ തിളങ്ങി നിന്നിരുന്ന ആളുകളെ കുറിച്ച് അന്വേഷണം നടത്തി പേളിമാണിയാണ് എന്ന് ആളുകൾ കണ്ടെത്തുകയും പിന്നീട് പേളിമാണിയെ ആളുകൾ ആ രീതിയിൽ കമന്റ് ബോക്സിൽ വരുന്നു. നേരിട്ടുള്ളവർക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിട്ടുണ്ടാവില്ല. പക്ഷെ ഈ ഒരു വീഡിയോ ഇങ്ങനെ കത്തിക്കയറിക്കൊണ്ടിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് അവർക്ക് ഒരു ബുദ്ധിമുട്ടായിട്ട് മാറാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, അപ്പൊ പറഞ്ഞു വെക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഒരു മോട്ടിവേഷനും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് പോകുന്നത്. പക്ഷെ എന്റെ കരിയറിലെ എന്റെ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു സമയമൊക്കെ അവർ നശിപ്പിച്ച് കളഞ്ഞിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം പറയുന്നത്. ഞങ്ങൾ രണ്ടുപേർക്കും യാതൊരു തരത്തിലുള്ള പ്രശ്നവും ഇല്ല, കമ്മ്യൂണിക്കേഷനിൽ യാതൊരു പ്രശ്നവുമില്ല. പക്ഷെ എന്തിന്റെ അടിസ്ഥാനത്തിൽ എന്തുകൊണ്ടാണ് ഇത് ചെയ്തത് എന്നുള്ളതാണ്. അപ്പൊ ഈഗോ പ്രശ്നം തന്നെയാണ്. മലയാള സിനിമയിൽ പുരുഷന്മാർ തമ്മിലുള്ള ഈഗോ പ്രശ്നങ്ങൾ മാത്രമല്ല, സ്ത്രീകൾ തമ്മിലും അങ്ങോട്ടും ഇങ്ങോട്ടുണ്ട്. ഇതേ ആളെ തന്നെ ഗ്രേസ് ആന്റണി എന്ന് പറയുന്ന ഒരു നടി, യുവ നടി, അവരുടെ കാരവാനിൽ നിന്ന് ഇറക്കി വിട്ട ഒരു കഥയൊക്കെ ഇവർ പറയുന്നുണ്ട്. ഓക്കെ, ആ വീഡിയോ ഞാൻ അതിൽ പ്ലേ ചെയ്യുന്നില്ല. നമുക്ക് ഈ വിഷയത്തിൽ തന്നെ നിൽക്കാം. എന്തുകൊണ്ടാണ്, എന്താണ് കാര്യം എന്നൊന്നും ആൾക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. സംസാരിക്കുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും വലിയ പൊളിയാണ്, കുഴപ്പമൊന്നുമില്ല. പക്ഷെ അകത്തേക്ക് വരുമ്പോ പണി. കാരണം ഇവർ നല്ല സുഹൃത്തുക്കളായിട്ടൊക്കെ നിന്നിരുന്നു എന്നുള്ളതാണ്. ആ ഒരു ഇന്റർവ്യൂ എടുക്കുന്ന സമയത്ത് പക്ഷം എനിക്ക് താല്പര്യമില്ല. തന്നെ ഈഗോ തന്നെ. എന്തായാലും മുഴുവൻ കേട്ടോക്കാം. പിന്നീട് എനിക്ക് ഐ എം റിയലി താങ്ക്ഫുൾ. എല്ലാവരുടെ എനിക്ക് ഭയങ്കര എന്താ പറയുക, നന്ദിയാണ്. ഇപ്പൊ ഈവൻ യു ആർ ടേക്കിംഗ് മൈ ഇന്റർവ്യൂ എന്ന് പറയുമ്പോൾ ഐ ഹാവ് ദിസ് കർട്ടസി, താങ്ക് യു സോ മച്ച് എന്ന് എനിക്ക് പറയണമെന്നുണ്ട്. കാരണം എന്താ വെച്ചാൽ ദർ ആർ പീപ്പിൾ ലൈക്ക് പറ്റില്ല എന്ന് പറയും. അത് എന്തിനാ ചെയ്യണമെന്ന് ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ അതിന്റെ എക്സ്പ്ലനേഷൻ ബട്ട് ഞങ്ങൾ നേരിട്ട് കാണുമ്പോൾ ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ട് സംസാരിക്കുന്ന ആൾക്കാരാ. എനിക്ക് അതിന്റെ ആ ഒരു ഇത് മനസ്സിലാവുന്നേ ഇല്ല. അപ്പൊ ഞാൻ പറഞ്ഞു ഞങ്ങൾ തമ്മിൽ ഒരു പ്രശ്നമില്ല. ബട്ട് കരിയർ വൈസ് വരുമ്പോൾ ഷീസ് നോട്ട് ഇൻട്രസ്റ്റഡ് ആങ്കർ എന്നുള്ള സാധനമാണ്. ഇത് പല മേഖലയിലും ഉണ്ട് കേട്ടോ. ഇതിപ്പോ സ്ത്രീയാണോ പുരുഷനാണോ ഒന്നുമില്ല, ഇതിപ്പോ എല്ലാവരിലും ഉണ്ട് ഈ ഒരു സാധനം. അതായത് പുറത്തേക്ക് കാണിക്കില്ല, പ്രകടിപ്പിക്കില്ല. ഇതിപ്പോ പ്രൊഡ്യൂസറോടോ ഡയറക്ടറോടോ പറഞ്ഞ് ആ ഒരു രീതിയിലാണ് അറിയുന്നതും അവരാണോ എന്ന ഞാനില്ല എന്ന് പറയുന്നത് ഒരു വൃത്തികെട്ട പ്രവണതയായിട്ട് എനിക്കും തോന്നിയിട്ടുള്ളത്. ഇത്രക്ക് ഡീപ്പായിട്ട് ബന്ധമുണ്ടെങ്കിൽ പിന്നെ എന്തുകൊണ്ടാണ് ഇന്റർവ്യൂ എടുക്കാതിരിക്കാൻ തോന്നുന്നത് എന്നുള്ളതാണ്. അതെനിക്ക് തീരെ അങ്ങോട്ട് മനസ്സിലാവുന്നില്ല കേട്ടോ. ഞാൻ ചെയ്യുന്ന എപ്പിസോഡ് മുതൽ പുതിയൊരു ആങ്കറാണ്. അപ്പോൾ ആ ആങ്കർ ആയിട്ടുള്ള കുട്ടി ആർട്ടിസ്റ്റ് തന്നെയാണ്. അവർക്കും അറിയാം ഈ ഒരു ഇൻസിഡന്റ്, ഇങ്ങനെ ഒരു ഇൻസിഡന്റ് ഉണ്ടെന്നുള്ളത്. അപ്പൊ എനിക്ക് അതൊക്കെ പുതിയ കാര്യമാണ്. അങ്ങനെ നിന്നിട്ട് ഇങ്ങനെ ചെയ്യണത് എനിക്കൊരു പുതിയ കാര്യമാണ്. ഇൻഡസ്ട്രിയിൽ ആദ്യമായിട്ടൊക്കെ വരുന്ന സമയത്ത് നമുക്ക് എന്നുള്ളൊരു ഇതെന്താ ഇത് ഇങ്ങനെ എന്ന് തോന്നുന്ന കാര്യമാണ്. അത് എന്നോട് ചെയ്തത് ഒരു ഫീമെയിലാണ്.
പിന്നെ ഈ പറഞ്ഞ പോലെ ഞാൻ മുമ്പ് ഒരു ഇന്റർവ്യൂല് പറഞ്ഞിട്ടുണ്ടായിരുന്നു സെയിം കാറിൽ കയറാൻ സമ്മതിക്കില്ല. അതൊക്കെ ഫീമെയിൽ ആണ്. ഓക്കെ, എത്രത്തോളം നാണക്കേട് ഉണ്ടായിട്ടുണ്ടാവില്ല ആ ഒരു സമയത്ത്. അതായത് നല്ല പരിചയമുള്ള ഒരാള് തന്നെ ഞാൻ ആണ് ഇന്റർവ്യൂവിന് വരുന്നത് എന്നറിയുമ്പോൾ അവർ ഒഴിഞ്ഞു മാറുന്നതിൽ എന്ത് വൃത്തികെട്ട പരിപാടിയാ, എത്ര മോശമുള്ള കാര്യമാണ് അല്ലെ. പിന്നീട് ഇവർ മുഖത്തോട് മുഖം എങ്ങനെ നോക്കിയിട്ടുണ്ടാവുക എന്നൊരു പിടിയില്ല കേട്ടോ. എനിക്കത് വളരെ മോശമായിട്ട് തോന്നി. നമ്മൾ നമ്മുടെ സുഹൃത്തുക്കളോടൊക്കെ ഇത് ചെയ്യുമോ? ഒരിക്കലും ചെയ്യില്ല. അപ്പൊ ഇതിൽ ഈഗോ ക്രാഷ് ആണ്, ഈഗോ പ്രോബ്ലം ആണ് അങ്ങോട്ടും ഇങ്ങോട്ടും. ഈ ഈഗോ ഒക്കെ വെച്ച് എത്ര നാളവിടെ നമ്മൾ ജീവിക്കുക? ആകെ വളരെ കുറച്ച് നാളുകളുള്ളൂ ഈ ഭൂമിയില്. അത് അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹത്തോട് കൂടിയിട്ട് സന്തോഷത്തോടു കൂടി ജീവിക്കണ്ടേ? നമ്മളിങ്ങനെ കെട്ടിപ്പിടിച്ച് നിൽക്കുന്ന ഈ സമ്പത്തൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ അങ്ങോട്ട് ഒഴുകിപ്പോകും. ഒന്നും ഉപയോഗിക്കാൻ കഴിയാത്ത രീതിയിൽ ചത്ത് മലക്കും നമ്മളൊക്കെ പുഴുക്കൾക്ക് തിന്നാനുള്ളതാ. അത് ആദ്യം തന്നെ മനസ്സിലാക്കുക. അപ്പൊ ആ ഒരു ഇതെനിക്ക് ഭയങ്കര സങ്കടം തോന്നി. കാരണം ഇവരൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ ആക്ട് ചെയ്യുന്ന ഒരു നാച്ചുറൽ ആയിട്ട് ആക്ടിങ് സ്കില്ലൊക്കെ ഉള്ള ഒരാളാണ്. സിനിമയിൽ ഇങ്ങനെ പതുക്കെ പതുക്കെ പിടിച്ചു വരുന്നത് ഇഷ്ടപ്പെടാത്തത് കൊണ്ടാണോ പേളിയെ നീ അത് ചെയ്തത്? ഇനി ഇത് പേളിമാണി ആണ് എന്ന് കമന്റ് ബോക്സിലല്ലാതെ ഇവരോട് ഇത് ആയിരുന്നോ, ഇതാണോ ആള് എന്ന് ചോദിക്കുന്നതിനുള്ള മറുപടി കൊണ്ട് കേട്ടോ. എനിക്ക് എന്തായാലും ഞാനത് ഓഡിയൻസിന് വേണ്ടി പറഞ്ഞതല്ല. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ വ്യക്തിക്ക് അത് കാണുമ്പോൾ ഒരു അയ്യോ ഞാൻ ഇങ്ങനെ ചെയ്തത് ശരിയായില്ല എന്ന് തോന്നാൻ വേണ്ടി പറഞ്ഞതാണ്. എനിക്ക് തോന്നുന്നു ആ വ്യക്തിക്ക് കൺവേ ആയിട്ടുണ്ടാവണം. ഞാൻ മറ്റുള്ളവരുടെ അടുത്ത് പറയാൻ വേണ്ടി പറഞ്ഞതല്ല. അങ്ങനെയാണ് എനിക്ക് പേര് പറയാലോ. പക്ഷെ ഉറപ്പായിട്ട് അത് കാണുന്ന സമയത്ത് അവർക്ക് അയ്യോ ഞാനത് ഇങ്ങനെയല്ല ആൾക്കാരെ അടുത്ത് ട്രീറ്റ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഇങ്ങനെ ഒരാളെ അടുത്ത് ഇങ്ങനെ പെരുമാറരുത് എന്ന് അവർക്ക് തോന്നിയിട്ടുണ്ടാവണം. അപ്പം അവർക്ക് എന്തായാലും തോന്നിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കണം. പക്ഷെ ഉറപ്പായിട്ട് ഞാൻ അവരുടെ പേര് പറയില്ല. പേരിനി പറയേണ്ട കാര്യമൊന്നുമില്ല, അതിൽ നല്ല പറയായിരുന്നു നല്ലത്. അത് പോട്ടെ. എന്തായാലും ജനങ്ങൾ കണ്ടെത്തി. മലയാളികളുടെ പ്രത്യേകത തന്നെ എന്താന്ന് നിങ്ങൾക്ക് അറിയാലോ. എന്തെങ്കിലും ഒരു കാര്യം കിട്ടിക്കഴിഞ്ഞാൽ ഒരു ഹിന്റ്, ഒരു കുഞ്ഞ് ഹിന്റ് മതി, അത് വെച്ച് ഇവിടെ CBI കളിക്കും നമ്മൾ. അത് കൃത്യമായി കണ്ടെത്തുകയും ചെയ്യും. അപ്പൊ നമ്മുടെ മുന്നിലേക്ക് ഇങ്ങനെ സാധനങ്ങളൊക്കെ ഇട്ട് തരുന്ന ആളുകളോട് പ്രത്യേകം പറയാനുള്ളത്, ഇതിലും നല്ലത് ആ പേരങ്ങ് പറയുക. പിന്നെ ആളുകൾ വല്ലാണ്ട് ഇതാക്കേണ്ട കാര്യമില്ലല്ലോ, സിമ്പിളായിട്ട് കാര്യം മനസ്സിലാവുമല്ലോ. അപ്പോ എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ഒരു വിഷയം ഇങ്ങനെ വലിച്ചു നീട്ടി ഇങ്ങനെ കൊണ്ടുപോയിട്ട് ഇങ്ങനെ നശിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല. വിഷയം ഇപ്പൊ എല്ലാ യൂട്യൂബർമാരെ കയ്യിൽ എത്തുകയും ചെയ്തിട്ടുണ്ട്. വളരെ സിമ്പിൾ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ, നമ്മളോട് ഇഷ്ടമില്ലാത്ത ആളുകൾ ഈ ഭൂമിയിൽ ഉണ്ടെങ്കിൽ ഇത്തരം വൃത്തികെട്ട രീതിയിൽ തന്നെയാണ് പ്രതികരിക്കുക. അത്തരം പ്രതികരണങ്ങൾ നമ്മൾ ചിരിച്ചുകൊണ്ട് പുഞ്ചിരിച്ചുകൊണ്ട് പോവാൻ നോക്ക്, ചെല്ലാൻ നോക്ക്, വിട്ടോ വണ്ടി വിട്ടോ, ഒഴിവാക്കുക. അത്രേ ഉള്ളൂ. അതിന്റെ അപ്പുറത്തേക്ക് വേറെ ഒന്നും ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ഓക്കെ, എന്തായാലും അത്യാവശ്യം നല്ല രീതിയിൽ നാണം കെട്ടിട്ടുണ്ട് അല്ലെ. ഇപ്പൊ അതേ നാണക്കേട് പേളി മാണിയിലേക്ക് എത്തിയിട്ടുണ്ട്. കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ, ലൈക്ക് ചെയ്യാൻ. വീണ്ടും പുതിയ വാർത്താ വിശേഷങ്ങളുമായി ഞാൻ വരും. അതിലേക്ക് സന്ദീപ് എടപ്പാൾ സൈനിങ് ഓഫ്.